മൈസൂരിൽ നിന്നിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഈ പ്രഭാത കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ലേറ്റായി കിടന്നിട്ടും ഞാനിന്ന് ചാടി എണീറ്റത്. കുറച്ച് സമയമായി ഞാൻ ആ പശുവിനെ തന്നെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാ വീട്ടുമുറ്റതും അതിനു വേണ്ടി കുറച്ച് ഫുഡ് ഉണ്ട്, അത് കഴിച്ച് നടന്നുകൊണ്ട് പോവാണ്. മൂപ്പര് ഒരു സ്ഥിരം പറ്റിക്കാരനാണെന്ന് തോന്നുന്നു. ചായപ്പൊടിയും പഞ്ചസാരയും തപ്പിയെടുത്ത് ഞാനൊരു കട്ടൻ സെറ്റാക്കി. മല്ലിക്ക് പോവാണെന്ന് ചോദിച്ച് ഒരാളിതാ പോണു. ചുറ്റി നോക്കിയപ്പോൾ കുറെ ആൾക്കാരുണ്ട് ഇന്നെ പോലെ ക്ലാസ്സും പിടിച്ചോണ്ട് നിൽക്കണം. ഇതാ മുല്ലപ്പൂക്കാരന്. അത് കണ്ടപ്പോ എനിക്ക് കൊതിയായി. ഞാൻ ഈ 3-ാം നിലയിലല്ലായിരുന്നെങ്കിൽ ഓടിപ്പോയി വാങ്ങിച്ചേനെ. അടുത്തതായി പച്ചക്കറി ചെന്ന ഉന്തുവണ്ടിക്കാരനാണ് കേട്ടോ. എല്ലാ മുറ്റത്തും ഇങ്ങനെ കോലങ്ങളൊക്കെ വരച്ച് സുന്ദരാക്കി വെച്ചിട്ടുണ്ട്. ഷിഫിന്റെ റൂമില് ഓളെ കൂടെ വർക്ക് ചെയ്യുന്ന മലയാളം അറിയാത്ത വേറൊരു സുന്ദരി കുട്ടിയുണ്ട് കേട്ടോ. 3 കൂടി 2 വീലറിൽ കയറിയതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ഒരുമിച്ച് പോവാന്നുള്ള തീരുമാനത്തിലെത്തി. സത്യസന്ധമായിട്ട് പറഞ്ഞാല് ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ 3 വെച്ചിട്ട് സ്കൂട്ടിമേലൊക്കെ പോണത്. എനിക്കിതൊക്കെ ചെറിയ വലിയ എക്സ്പീരിയൻസുകളായിരുന്നു. എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥ എന്താ തോന്നുന്നത് വെച്ചാല്, ഞാൻ രാവിലെ 6 മണിക്ക് നോക്കിയപ്പോൾ ഒരു 8 മണിയുടെ ഫീലും, ഇപ്പോൾ ഒരു 8 മണിക്ക് നോക്കുമ്പോൾ ഒരു 10 മണിയുടെ ഫീലും അങ്ങനെയാണ് കേട്ടോ. 9 മണിക്ക് പഞ്ച് ചെയ്യണത്രേ, അതിനു വേണ്ടിയിട്ടാണ് ദാ ആ ഓടിപ്പോണത്. ചുറ്റും നോക്കുമ്പോഴൊക്കെ സെയിം കാഴ്ചയാണ്. ഓട്ടോയിൽ വരുന്നു ഓടിപ്പോണു, ബസ് ഇറങ്ങുന്നു ഓടിപ്പോണു. ഓപ്പോസിറ്റുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഗേറ്റ് ആണിത്. ഇന്റെ 1x 0.5 ഇത് കൊള്ളണില്ല കേട്ടോ, അത്രക്കും വലുപ്പുണ്ടത്. ഇൻഫോസിസ് ആണ് കേട്ടോ. ഒരു പ്ലാനും ഇല്ലാതെ നടുറോട്ടിൽ നിന്ന് ചിന്തിക്കാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് ദൂരം നടന്നു പോയപ്പോണ്ട് കുറേ കുട്ടികൾ അവിടെ ഇന്റർവ്യൂവിന് വന്നതാണത്രേ. കൂട്ടത്തുനിന്ന് മാറി നിൽക്കുന്ന 2 പേരെ കണ്ടു. ഒന്നും നോക്കിയില്ല, കയറി അങ്ങോട്ട് പരിചയപ്പെട്ടു. എന്നിട്ട് എനിക്കറിയാവുന്ന ജബജബിയിലെ ഞാൻ പറഞ്ഞൊപ്പിച്ചു, ഇതാ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്, എനിക്കിവിടെ നാടറിയില്ല, ഭാഷ അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഓരോട് അങ്ങോട്ട് ചോദിച്ചു. ബസ് സ്റ്റോപ്പ് കാണിച്ചു തന്നിട്ട് പറഞ്ഞു അവിടെ നിന്നാൽ മതി, ബസ് വരുമ്പോൾ കയറി പോയിക്കോളൂ എന്ന്. ബസ് കയറുമ്പോൾ കയ്യിൽ കാശ് നിർബന്ധമില്ല കേട്ടോ, ഗൂഗിൾ പേ ഉണ്ടായാലും മതി. ബസ്സിൽ അധികം ആരും ഇല്ലായിരുന്നു. ഇന്റെ സ്റ്റോപ്പിൽ നിന്ന് കയറിയ ഒരു 3 ചേച്ചിയും പിന്നെ ഞാനും. ഇതിലൊന്നും പ്രത്യേകിച്ച് ആരുമില്ല, ഞാനും ഈ 2 ചേച്ചിമാര് മാത്രമേ ഉള്ളൂ. ഈ കന്നഡ അതുകൊണ്ടുള്ള പ്രശ്നമാണ്. വല്ല തമിഴൊക്കെ ആണെങ്കിൽ ഞാൻ പൊളിച്ചടിക്കാന്. അതായിരുന്നു എൻ്റെ സങ്കടം. എന്തായാലും സാരില്ല, വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞ് 2 കൽപ്പിച്ചതാ ഞാൻ എങ്ങോട്ടോ പോവുകയാണ്. ഇവിടെ പ്രൈവറ്റ് ബസ്സുകളൊന്നുമില്ല, ഫുൾ ഗവൺമെന്റ് ആണ്. അതിൽ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ലേഡീസിന് പൈസ വേണ്ട, അതുപോലെ തന്നെ സീനിയർ സിറ്റിസനും വേണ്ട. പക്ഷെങ്കിൽ ലേഡി ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, കർണാടകന്റെ ആധാർ കാർഡ് നിർബന്ധമാണ് കേട്ടോ, അല്ലാത്തവർക്കും കൺസെഷൻ കിട്ടൂല. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാവരുടെ തലയിലും എന്തെങ്കിലും ഒരു പൂവുണ്ടാവും. അതുപോലെ തന്നെ ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ ഉള്ള നിറയെ പൂക്കടകളും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പല രീതിയിലുള്ള പിരിവേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ പശുവിനെ വെച്ചിട്ട് പിരിച്ചു നടക്കുന്ന ആൾക്കാരെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സമയം ഏകദേശം 10 മണിയായിട്ടോ. നമ്മളെ നാട്ടിലെ ഈ സമയത്ത് റോഡൊക്കെ എന്ത് തിരക്കിക്കാരല്ലേ. പക്ഷെങ്കിൽ ഇവിടെ ഒക്കെ എനിക്കൊരു ഫ്രീ ആയ പോലെ തോന്നിയത്. ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്ത നാടാ തോന്നുന്നു. ഇവിടെ അധികം വണ്ടികളോ ഒച്ചപ്പാടോ ബഹളമൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു കൂളായിട്ടുള്ള ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. ഇനി ഈ സമയത്തായതുകൊണ്ടാണോ എന്തോ ആവോ. ഞാൻ 20 രൂപ ടിക്കറ്റ് എടുത്ത് കയറിയതാണ്. ഏകദേശം ഇറങ്ങാനുള്ള സ്ഥലമായിട്ടുണ്ട്. ദാ ഇന്റെ കൂടെ ഇരിക്കണ ഈ ചേച്ചിനെ നോട്ട് ചെയ്തുള്ളൂ കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചിട്ടുള്ളതാണ്. പറഞ്ഞാല് ഇത്രയും നല്ല മനുഷ്യന്മാരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതായത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലേഡി അത് എന്നോട് സംസാരിച്ച് തുടങ്ങി. പക്ഷെ ഞാൻ പറഞ്ഞു കന്നഡ എനിക്കറിയില്ല. ഓക്കെ എന്നിട്ട് അത് അതിനറിയുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ എന്നോട് സംസാരിച്ചു തുടങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞ് ആ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്, അത് ചാമുണ്ടി ഹിൽസ് ആ ഭാഗത്തേക്കാണ് പോണത്, ആ ബസ്സും അങ്ങോട്ടാണ് പോവുക. പക്ഷെങ്കിൽ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോവാം എന്ന് പറഞ്ഞേ. പിന്നെ കുറച്ച് ആലോചിച്ചിട്ട് തന്നെ ഈ ഓട്ടോറിക്ഷയിൽ പോകണ്ട, അതിന് ആൾക്കാർ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്, സോ ഈ എൻ്റെ കൂടെ പോരെ. എന്നിട്ട് അതിന് വേറെ ബസ്സിൽ 201 കയറി പാലസിന് അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ സിറ്റി എന്ന് പറഞ്ഞല്ലോ, അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, ഇപ്പുറത്ത് വേറൊരു എൻട്രൻസ് ഉണ്ട്. ആ 201 കയറിയിട്ട് നമ്മളിതാ ഈ എൻട്രൻസിൽ ഇറങ്ങി. അപ്പോൾ എന്നിട്ട് അത് എനിക്ക് ഡ്രൈവറോട് കറക്റ്റ് പറഞ്ഞ് ഇവിടെ ഇറക്കി തന്നു. പൈസ പോലും വാങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ. ശരിക്കും ചില മനുഷ്യന്മാർ എങ്ങനെയാണല്ലേ. എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഇപ്പോൾ തന്നെ വീഡിയോ എടുക്കണം തോന്നി, ഇപ്പോൾ തന്നെ എടുത്തു. ദാറ്റ്സ് ഓൾ. ഞാൻ ആ എക്സൈറ്റ്മെന്റിൽ വീഡിയോ എടുത്ത് തുള്ളിച്ചാടി വന്ന് പെട്ടതാ ഈ കാക്കാന്റെ മുമ്പിലാട്ടോ. ഒരു പാവം. എനിക്ക് അതിനെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 1 രൂപ ഇല്ല. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, നിങ്ങൾ ഫുഡ് കഴിച്ചോ, എൻ്റെ കൂടെ കമ്പനിക്ക് ഫുഡ് കഴിക്കാൻ വരണമെന്നൊക്കെ ചോദിച്ചു. മുമ്പേക്ക് നല്ല സന്തോഷമായി. അങ്ങനെ അതാ ഞങ്ങൾ 2 കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പക്ഷേങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അധികം ആൾക്കാരും ഇല്ലാത്തൊരു ഏരിയയായി തോന്നി. എനിക്കെന്തോ ഒരു ടെൻഷൻ കേട്ടോ. ഈ 2 നിമിഷത്തിനുള്ളിൽ എനിക്ക് എന്തൊക്കെ ചിന്ത വന്നു അറിയോ, നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നാണോ, അവർക്കിനി ടീം ഉണ്ടാവോ, ഇവിടെ ആരും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. പുറംഭാഗം ചുറ്റിക്കറങ്ങി എത്തി നോക്കിയപ്പോൾ ഒരു ലേഡിയുടെ ഫുഡ് കൊടുക്കണ കണ്ടു കേട്ടോ. സോ ധൈര്യത്തോടെ കൂടി ഉള്ളിലേക്ക് പോയി. 10 രൂപന്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് ആണ് കേട്ടത്. എനിക്ക് എന്താ എക്സ്ട്രാ 2 ബജ്ജിയൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. മൂപ്പര് പ്ലേറ്റിൽ അത് കണ്ടതുമില്ല. സോ ഒന്ന് ഞാൻ ഷെയർ ചെയ്തു.
അവിടുന്ന് യാത്ര പറഞ്ഞതാ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്ത് കാണാനാ? മൈസൂർ പാലസ് കാണാന്, കൊട്ടാരം കാണാന്. ഇന്നലെ രാത്രി നമ്മൾ കണ്ടില്ലേ, ലൈറ്റൊക്കെ ഇട്ടിട്ട് 1,00,000 ലൈറ്റിൽ വിരിഞ്ഞ് നിൽക്കുന്ന കൊട്ടാരം. അതിൻ്റെ യഥാർത്ഥമായിട്ട് കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ രാത്രി കണ്ട എൻട്രൻസ് ഗേറ്റ് അല്ല അത് മെയിൻ ഗേറ്റ് വേറെ ഉണ്ട്. അതിലൂടെ എൻട്രി ഇല്ല. ഇതിലൂടെയാണ് നമുക്ക് അകത്തേക്കുള്ള എൻട്രി ഉള്ളത്. ഉള്ളിലേക്ക് കയറാൻ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയാണത്. ക്യൂ നിൽക്കാതെ ഓൺലൈൻ ത്രൂവും പാസ് എടുക്കാൻ വേണ്ടി പറ്റും. ഇതാ QR സ്കാൻ ചെയ്ത് വാട്സപ്പ് ത്രൂ നമുക്ക് ചെയ്യാം. കയ്യിലുള്ള ബാഗ് എയർപോർട്ടത്തെ പോലെ സ്കാൻ ചെയ്താൽ നമുക്ക് ഉള്ളിലേക്ക് അടക്കാം. മനുഷ്യന്മാരായിട്ടും അല്ലാതെയും ഒരുപാട് ഇതുപോലെ സെക്യൂരിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. കയറി ഉടനെ തന്നെ ATM കൗണ്ടറും അതുപോലെ തന്നെ കുടിവെള്ളം ഉണ്ട്. നല്ല ഫിൽറ്റർ ചെയ്ത് നല്ല തണുത്ത അടിപൊളി വെള്ളം കേട്ടോ. ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ കുടിവെള്ളം ഉണ്ട്. വെള്ളം കിട്ടില്ല എന്ന് കരുതി വാട്ടർ ബോട്ടിൽ ഏറ്റിയിട്ട് വരേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല. ഇഷ്ടം പോലെ കുടിവെള്ളം ഉണ്ട്. എൻട്രൻസിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ട്. ഇവിടെ എല്ലാവർക്കും കയറാട്ടോ. പക്ഷെങ്കിൽ ഞാൻ പാലസ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കയറാന്നുള്ള തീരുമാനത്തിലായിരുന്നു. കാരണം പാലസിന് അത്രത്തോളം അട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് എന്താണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു അതിന്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴും കൂട്ടായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഉണ്ടത്. ഇത് നമ്മൾ പറഞ്ഞു കൊടുത്ത് വീഡിയോസ് എടുക്കണമെങ്കിൽ കഷ്ടപ്പാടാണത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രത്തോളം ഞാൻ എക്സൈറ്റഡ് ആണ്. അത് ഈ പാലസ് കണ്ടുകൊണ്ടാണോന്ന് വെച്ചാൽ എനിക്കറിയില്ല. അല്ലാന്നാവും ഉത്തരം. അതിന് എന്തുകൊണ്ടാണ് അത്ര എക്സൈറ്റ്മെന്റ് ചോദിച്ചാൽ, ഞാൻ ഒരു സ്ഥലത്ത് ഒരറിയാത്ത ഭാഷയെ വെച്ചിട്ട് ഞാനിത് ഒറ്റയ്ക്ക് 2 ബസ് കയറി ഞാനിവിടെ എത്തി. അതാണ് എൻ്റെ എക്സൈറ്റ്മെന്റ്. അപ്പോൾ ഫോട്ടോസൊന്നും അധികം ഞാൻ എടുക്കുന്നില്ല. മെയിനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള മെയിനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള വ്ളോഗ് മാത്രമാണ്. അതായത് എൻ്റെ എക്സൈറ്റ്മെന്റ് നിങ്ങൾ അറിയിക്കണം. ഇന്നെപ്പോലെ വൈബില് ഇങ്ങനെ വരാൻ വേണ്ടി മടിച്ചു നിൽക്കുന്ന ആൾക്കാരെ എൻ്റെ കൂടെ കൊണ്ടുവരണം. പതിവുള്ള വ്ളോഗിനേക്കാളും കുറച്ച് ക്രിഞ്ചി ആവും. എന്താണ് നിങ്ങൾക്ക് തന്നെ തോന്നും, ഇഷ്ടപ്പെടുന്നത് എന്തായാലും ലൈക്ക് അങ്ങനെയൊക്കെ. പക്ഷെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. ഇതാ പാലസ് വെച്ച് നടക്കാം അല്ലേ, അതേക്കാരം നല്ലത്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് തോന്നുന്ന ആ ഡയറക്ടർ വ്യൂ ഉണ്ടല്ലോ, അതും കൂടി ഒക്കെ എടുക്കാൻ കുറച്ചുകൂടെ നല്ലത്. ഇതാണ് പാലസിന്റെ മെയിൻ വ്യൂ കേട്ടോ, ഫ്രണ്ട് ഏരിയ. പക്ഷേങ്കിൽ ഇതിലൂടെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല, സൈഡിലൂടെയാണ് ഉള്ളിലേക്കുള്ള എൻട്രി. എന്തൊക്കെയോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദസറ വരാനായതുകൊണ്ടാകാം. ഇതിലൂടെ എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു അല്ലേ. പക്ഷേങ്കിൽ ഇതിലൂടെ നമുക്ക് എൻട്രൻസ് ഇല്ല. അതുപോലെ തന്നെ ഉള്ളിന്നും ഇതിലൂടെ പുറത്തേക്ക് ഇറങ്ങാനും വേണ്ടി പറ്റില്ല. ഈ ഏരിയ ഫുള്ളായിട്ട് ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് സമയം നിന്ന് പുറം കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം ഇതാ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഈ ഒരു സൈഡിലൂടെയാണ് ഉള്ളിലേക്കുള്ള എൻട്രി. വീക്കെൻഡ് അല്ലാഞ്ഞിട്ടും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ചെരുപ്പ് ഇട്ടുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പാടില്ല. അതിനായിട്ട് ഇവിടെ ഒരു ചെരുപ്പിന്റെ സർവീസ് ഉണ്ട്. അവിടെ ചെന്നാൽ ഇതാ ചെരുപ്പിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സഞ്ചി തരും. അതിൽ നമ്മൾ ചെരുപ്പിട്ട് കൊടുത്താൽ അവരവരുടെ റേക്കിൽ സൂക്ഷിച്ചു വെക്കും. ആ നമ്പർ നമ്മളോട് നോട്ട് ചെയ്തേക്കാൻ വേണ്ടി പ്രത്യേകം അദ്ദേഹം എന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ പെരുമാറ്റം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ശരിക്കും ഇവിടെയൊക്കെ ചെരുപ്പിടാതെ തന്നെ പോകണം എന്നുള്ളത് ആ ചെരുപ്പ് ഊരി വെച്ചപ്പോഴുള്ള ഒരു ഫീലിംഗ് എന്ന് മനസ്സിലായിട്ടോ. നമ്മൾ സാധാരണ നിലത്ത് ചവിട്ടണ ആ ഒരു ഫീലല്ലായിരുന്നു ഇവിടെയൊക്കെ. അത് പ്രത്യേക തരത്തിലൊരു കൂളിങ്ങും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നേരെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ കരകൗശല വസ്തുക്കളൊക്കെ ഉള്ളൊരു സ്റ്റോറുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ക്ഷമയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. മൂപ്പര് കണ്ട് ഞാനൊന്ന് പേടിച്ചെങ്കിലും എന്നെ മെയിൻറ്റ് പോലും ചെയ്തില്ല കേട്ടോ. സോ നേരെ മുന്നിലേക്ക്. നിലം കണ്ടോ, എന്താണ് അവിടെ വിരിച്ചിടണമെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ കാലിനൊക്കെ ഭയങ്കര ഒരു കൂളിംഗ് ആയിരുന്നു കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ ഡിസൈൻ ആയിരുന്നു. നിങ്ങൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. വീണ്ടും ഇവിടെ ഒരു സ്കാനിങ്ങും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശേഷമാണ് നമുക്ക് ഉള്ളിലേക്കുള്ള എൻട്രി. ഇങ്ങനെ സ്കാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല സിമ്പിളാണ്. ക്യൂവും കാര്യങ്ങളും ഒന്നുമില്ല. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് പോവാം. ഇനിയാണ് നമ്മൾ കൊട്ടാരത്തിലേക്കുള്ള എൻട്രി. മനസ്സിലൊക്കെ ഒരു വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കയറുന്നത്. ഓരോ ചവിട്ടിപ്പടി ചവിട്ടുമ്പോഴും ഒരു പ്രത്യേക ഫീലാട്ടോ. ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും ഓരോ ഭാഗവും നിലം നോക്കണം, ചുമര് നോക്കണം, മുകളിൽ നോക്കണം. അങ്ങനെ എല്ലാ കാര്യവും നോക്കി പോകുമ്പോൾ ഒരുപാട് ടൈം വേണം. നമുക്ക് നല്ല അടിപൊളിയാണ്. ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു നമുക്ക് പ്രത്യേകിച്ച് കാണാൻ. നമ്മളെ ഫോണിലൊന്നും കൊള്ളണില്ലായിരുന്നു, 0.5 അടക്കം കൊള്ളണില്ലായിരുന്നു. ആ തൂണുകളൊക്കെ ഒരു വലുപ്പം എന്താണെന്നറിയോ? ഇതൊക്കെ കാണുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ഫീലിംഗ് എന്താ അറിയോ? ഇതിപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതല്ലല്ലോ, അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയതല്ലേ. ഇത്രയും ഭംഗിയിൽ എന്തൊരു അടിപൊളിയാണല്ലേ. പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ചുമരിലൊക്കെ. ഓരോ ഫാമിലീസിൻ്റെയും അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനടിയിലൊക്കെ ആരാണ് എന്താണൊക്കെ എഴുതി വെച്ച് നല്ല മനോഹരമായിട്ട് ഭിത്തിയിലുണ്ടായിരുന്നു. പക്ഷേ ഈ ചിത്രങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് ഭയങ്കര പുതുമ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്കൊരു ഫ്രഷ് ഫീലാണ്. അതായത് ഇത് ഒരുപാട് പഴയ ചിത്രമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ വരച്ച് ഉണങ്ങാത്ത പോലുള്ളൊരു ഫീൽ ചെയ്യുന്നു എനിക്ക് തോന്നിയത്. ഇത് അയൽ രാജ്യത്തു നിന്നൊക്കെ ദൂതന്മാർ വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങളാണെന്നാണ് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. തേക്കിൻ തടിയിൽ നിർമ്മിച്ച വെള്ളിക്കസാരയാണ് കേട്ടോ ഇത്. നല്ല പ്രൗഢി ഉണ്ടല്ലേ കാണാൻ. ഇത് നമ്മളെ കൊട്ടാരത്തെ നടുമുറ്റാണ് കേട്ടോ.
അതായത് വലിയൊരു ഏരിയ ആണ്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കിങ്ങനെ ഓരോ വാതിലിലൂടെയൊക്കെ നോക്കി കാണാം. ഡിസൈൻസ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഓരോ സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗിയാണ്. എല്ലാതരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒന്നും നമുക്ക് ടച്ച് ചെയ്യാനോ അടുത്തുനിന്ന് കാണാനോ വേണ്ടി സാധിക്കില്ല. കുറച്ച് ദൂരമുണ്ട് കേട്ടോ. നമുക്ക് ദൂരത്തുനിന്ന് കാണാൻ മാത്രമേ സാധിക്കുള്ളൂ. ഈ സ്റ്റെപ്പുമ്പോൾ ചവിട്ടുമ്പോൾ പ്രത്യേക ഫീൽ കേട്ടോ. അത് പറയാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആയിരുന്നു ഇത്. ഇത് ഞാൻ പുറത്തേക്കുള്ള വ്യൂ ആണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ നമുക്ക് എൻട്രി ഇല്ല എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. ഞാൻ വെറുതെ മുകളിലേക്ക് തല പൊന്തിച്ച് നോക്കിയതാണ്. അയ്യോ മാരകം. ഒരുപാട് പിക്ചേഴ്സും അതുപോലെ തന്നെ ദേവിമാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ഹാളുകൾ മാത്രമാണ് കേട്ടോ ഓപ്പണ്. ഇത് ദസറ വരുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അവരെ മെയിൻ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. ഈ രാജകുടുംബത്തിലെ അംഗങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ. വെള്ളി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഡോറാണ്. ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒറ്റ റൂം പോലും ഓപ്പൺ അല്ല. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഈ ഹാളുകൾ മാത്രമാണ് ഓപ്പണ്. അല്ലാതെ ഓരോ ബെഡ്റൂമോ ഡൈനിങ് ഹാളോ അങ്ങനത്തെ സംഗതികളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ലോക്ക് ചെയ്തിട്ടാണ്. ഞാനതൊക്കെ ശരിക്കും അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷേങ്കിൽ അതൊന്നും കാണാൻ പറ്റിയില്ല. ഇത്രയും വലിയ കൊട്ടാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു പകുതി ഭാഗം പോലും നമുക്ക് വേണ്ടി ഓപ്പൺ അല്ല. പാലസിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് ചുറ്റിക്കറങ്ങാനുള്ളതേ ഉള്ളൂ കേട്ടോ. കാരണം അത്രയും വലുത് പറഞ്ഞിട്ടില്ല. ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ചുറ്റിക്കറങ്ങി പെട്ടെന്ന് പോരാം. അതുപോലെ തന്നെ പാലസിനെ കുറിച്ചിട്ടുള്ള ബുക്കും കാര്യങ്ങളൊക്കെ പുറത്ത് വിൽക്കാനുണ്ട്. ഇതാ നമ്മൾ എക്സിറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെയും കുടിവെള്ളം ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ്, കുടിവെള്ളം, അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റി ഉണ്ട്. കുറച്ചുകൂടി പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇതാ ഇവിടെ നിന്നപ്പോൾ തീരുമാനം മാറ്റിയിട്ടോ. കാരണം ഇങ്ങനെ നമുക്ക് തുറന്ന് തന്നുള്ള അവസ്ഥയാണ്. കണ്ടോ, ആ പ്രതിബിംബിലൊക്കെ കയറി നിന്നിട്ടൊക്കെയാണ് കുട്ടികളെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. പക്ഷെ ഇവിടുത്തെ കാറ്റുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഭയങ്കര കാറ്റിട്ടോ. അത് ഭയങ്കര സൗണ്ടിലുള്ള കാറ്റാണ്. സൗണ്ട് കേൾക്കണുണ്ടോ എനിക്കറിയില്ല. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴുള്ളൂ എത്രത്തോളം സൗണ്ട് ഉണ്ടെന്ന് അറിയാൻ പറ്റുക. അപ്പോൾ ഇതാണ് നമ്മളെ കൊട്ടാരം. ആര് കൊട്ടാരോ? ദേവസ്വൻ്റെ കൊട്ടാരാണോ അല്ലെങ്കിൽ നമ്മൾ അരുന്ധതിൻ്റെ കൊട്ടാരാണോ? അതെന്താണ് വേറെ പേരുകളൊക്കെ ഉണ്ടല്ലോ, അവരതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിഷ്ടമായിട്ടോ. അപ്പോൾ ഇത് കണ്ടിറങ്ങി കയറാം. എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. നല്ല കാറ്റാണ്. മഴക്കാറൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഏകദേശം മഴക്കാറൊക്കെ തീർന്നിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിലെ ഗേറ്റ്. ഇവിടെ നിന്നാണ് ഫ്രണ്ട് വ്യൂ ഉള്ളത്. ഇവിടെ ഇങ്ങനെ ഇത് ഇവിടെ വെച്ച് പരിചയപ്പെട്ട 2 പിള്ളേരാട്ടോ. നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി പ്രത്യേകം വായിച്ചു തന്നൊരു സോങ് ആട്ടോ നിങ്ങൾ കേട്ടത്. ദാ ഈ മനുഷ്യനെ കണ്ടോ, ഇന്നൊരു സഹായിച്ച ഒരാളാണ് കേട്ടോ. ഞാൻ നേരത്തെ വന്നിട്ട് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ വെള്ളമൊന്നും വാങ്ങേണ്ട, പാലസിൻ്റെ ഉള്ളിൽ വെള്ളം, ടോയ്ലറ്റും ഫുഡ് ഐറ്റംസും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ച ഒരാളായിരുന്നു. അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ കണ്ടത്, വയസ്സായാൾ. അയാൾ എന്നോട് വെള്ളം വാങ്ങി പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ വേണ്ട, വെള്ളം വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ് അയാളെ തടഞ്ഞ ഒരാളായിരുന്നു കേട്ടോ. അത് ഓർത്ത് വെച്ച് ഞാൻ അയാളെ കടയിൽ തന്നെ വന്ന് ഫുഡും കഴിച്ചു. റോട്ടിൽ കൂടി നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബോർഡ് കാണാനുണ്ട്, മൈസൂരു ദസറ എക്സിബിഷൻ. അവിടെ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കില്ല, നമുക്ക് പോയി നോക്കാം. ദെൻ അവിടെ ഒരു ഭയങ്കരമായിട്ട് എന്തൊരു കവാടം കാണാണ്ട് അവിടെ ഒന്ന് പോയി നോക്കാം. ഈ പെയിൻ്റ് അടിക്കുന്ന ആളെങ്കിൽ മനസ്സിലായോ? ഇന്നലെ നമ്മൾ നോ പാർക്കിംഗ് പറഞ്ഞ കാക്കല്ലേ, അതാണ് കേട്ടോ. ഓരോ ദിവസവും ഓരോ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞത്. മൂപ്പര് പാലസത്തെ സ്റ്റാഫാണ്. അപ്പോൾ ദസറ വന്നുകൊണ്ട് അതിൻ്റെ ഓരോ ഒരുക്കങ്ങളാണെന്ന് പറഞ്ഞ്. ആ എക്സിബിഷൻ ഹാളൊന്നും ഓപ്പൺ അല്ല, അതൊക്കെ ദസറയുടെ സമയത്താണ് ഓപ്പൺ ആവുക. ഇതിലൂടെ ഇപ്പം നേരെ പോയാൽ സൂ കാണാമെന്നും പറഞ്ഞിട്ടോ. സോ ഞാൻ സൂ കാണാൻ വേണ്ടിയിട്ട് ഇതാ ഓടി പോവുകയാണ്. 2-3 കുതിരാളിങ്ങനെ വരുന്നുണ്ട്. എനിക്ക് പേടിയാണ് കേട്ടോ. ഞാൻ ഈ ചെങ്ങായിൻ്റെ സൈഡിലേക്ക് നിന്നതാണ്. അങ്ങനെ ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ നടന്നതാണ് നമ്മൾ സൂവിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സൂവിൻ്റെ മെയിൻ എൻട്രൻസ്. പക്ഷേങ്കിൽ ഇതിലൂടെ അല്ല എൻട്രി, നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഇതിലൂടെയാണ് കയറല്. സൂവിൻ്റെ വീഡിയോസൊന്നും അത് ചേർത്തിട്ടില്ല, അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും. സൂ കണ്ടു കഴിഞ്ഞ് അടുത്തുള്ള ഹോട്ടലിൽ കയറി നന്നായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറി കിട്ടി.
തിരിച്ചു വന്ന് നിന്ന് ആ പാലസ് ഒന്നുകൂടെ ആസ്വദിച്ചിട്ട് ടാറ്റ ബൈ ബൈയും പറഞ്ഞതാ ഞാൻ മുന്നോട്ട് നടന്ന് നീങ്ങാട്ടോ. അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. വരും, കൂടെ കൂടിക്കോളും. ഇവിടുന്ന് ഏകദേശം 2.5 കിലോമീറ്ററോളം ദൂരമുള്ള ചർച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ചർച്ചിൻ്റെ അടുത്തെത്തിയപ്പോൾ ദൂരക്കാഴ്ചകൾ കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം നടന്ന് ഞാൻ നല്ലോണം ടയേർഡായിട്ടുണ്ട്. സമയം 5 മണി ആയതുകൊണ്ട് തന്നെ ഇനി വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല. കാരണം ഞാൻ നടന്നെത്തുമ്പോഴത്തേനും അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് ആ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇവിടുന്ന് ഏകദേശം 10-20 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. സോ അതൊന്നും നടക്കൂല. ഓരോ സ്പോട്ടിലെത്തുമ്പോഴും അത് എങ്ങനെ ക്യാമറയിൽ പകർത്തി നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ കേട്ടോ. കാരണം ഇതൊന്നും ഒരുമിച്ച് അങ്ങനെ ക്യാമറയിൽ കിട്ടണേ ഇല്ല. പിന്നെ 0.5 എടുത്തിട്ടാണ് സെറ്റ് ആക്കുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ചെരുപ്പ് അലൗഡല്ല. ചെരുപ്പ് പുറത്ത് ഊരി വെച്ചിട്ട് ആർക്കും വേണമെങ്കിലും ഉള്ളിൽ കയറാം കേട്ടോ. കയറി ചെല്ലുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആൾ ഇതിനേക്കാൾ ഒരുപാട് വലുപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അത്ര സൈസില്ല. മെയിൻ ഹാളിൽ നമ്മൾ നേരെ പോകുന്നത് ഒരു അണ്ടർഗ്രൗണ്ടിലേക്കാണ്. അവിടെ ഇങ്ങനെ പല രീതിയിലുള്ള ക്രിസ്തുവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ രൂപങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഇടുങ്ങിയ പാതയിലൂടെ നമുക്ക് പുറത്തേക്കുള്ള എക്സിറ്റാണ്. അത് 2 ചുമരിലും ഫുള്ളായിട്ട് ഇതുവരെ അവിടെ വന്നു പോയ ഫാദേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചർച്ചിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ ഞാൻ ഓർത്തത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ചർച്ചാണ്. അതിൻ്റെ 1% മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത്ര മാത്രമേ വിസിറ്റേഴ്സിന് അലൗഡ് ഉള്ളൂ. കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി തിരിച്ച് ബസ് കയറാൻ 1.5 കിലോമീറ്റർ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ റൂമിൻ്റെ അടുത്തേക്കുള്ള ബസ് കിട്ടി. ഇവിടുന്ന് 18 രൂപയാണ് അങ്ങോട്ടുള്ള ചാർജ്. ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ലൊക്കേഷനിൽ എത്തിയപ്പോൾ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അടയാളം വെച്ച ആ ചുവന്ന വാഗമരല്ലേ അതായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ ബസ് വന്നിറങ്ങിയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഊഹം വെച്ചിങ്ങനെ നടന്ന് വന്നു. പിന്നെ എങ്ങനെയാണ് ഞാൻ ഫ്ലാറ്റ് കണ്ടുപിടിച്ചതെന്നറിയോ? ആ മുകൾക്ക് നോക്കിയപ്പോൾ നമ്മൾ പച്ച കളറിലുള്ള റെയിൻ കോട്ട് അവിടെ ഉണ്ട്, അയയിൽ കിടക്കുന്നത്. അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അടയാളം കണ്ടുപിടിച്ചത്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. ഈ 18ാം പടി കയറി ഇനി മുകളിലെത്തണമല്ലോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.